ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി റിവ്യൂ ആണ്. ഈ പടം ഇറങ്ങിയിട്ട് ഒരാഴ്ച കൂടുതലായി. ഞാൻ ഇന്നലെയാണ് പടം കണ്ടത്. ഇപ്പം ഈ പടം കണ്ടിട്ട് എനിക്ക് എങ്ങനെ തോന്നിയെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഈ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവതാർ 2-ൻ്റെ റെക്കോർഡെല്ലാം തിരുത്തിയ ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വിജയാഘോഷം തുടങ്ങി കേക്ക് മുറി എല്ലാം കഴിഞ്ഞ ഒരു പടമാണ്. അത് എവിടെയാണ് ഈ ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം ഹിറ്റാവുന്ന ഏത് പടമാണ്? അവതാർ 2 പോലും അത്രയും ഒരു റെക്കോർഡ് മറികടന്നിട്ടില്ല. പിന്നാണ് ഈ അവർക്ക് പറ്റാത്തതാണ് ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി കാണിച്ചു വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം വിജയാഘോഷം. ഡയറക്ടർ ബിൻഡോ സ്റ്റീഫൻ. ഈ ലിസ്റ്റൻ സ്റ്റീഫൻ്റെ ആരെങ്കിലും ആണോ? പേര് കേട്ടിട്ട് അങ്ങനെ തോന്നി. ഇതിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫൻ തന്നെയാണ്. പിന്നെ റൈറ്റർ ഷെരീസ് മുഹമ്മദ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, എനിക്ക് ഇതിനകത്ത് കുറേ പോരായ്മകൾ ഈ പടത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും ഷെയർ ചെയ്യാം. പിന്നെ മ്യൂസിക് ചെയ്തേക്കുന്നത് സനൽ ദേവ്, അതും ഞാൻ പറയാം. ഈ പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ജാതിക്കയുടെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അതായത് 2 ജാതിക്ക അതിനകത്ത് നിന്ന് ഈ ഒരു വിത്ത് പോവാറായിട്ട് ഇരിക്കുന്ന ഒരു സീൻ അവരെടുക്കുന്നു, ഒരു ഷോട്ട് എടുക്കുന്നുണ്ട്. ആ ഷോട്ട് എടുത്തേക്കുന്നത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് അത് പൊഴിഞ്ഞ ജാതിക്ക എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ട് അങ്ങനെ തോന്നത്തൊന്നുമില്ല, എങ്കിലും അത് നല്ല രീതിയിൽ ആ ഷോട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ധ്യാനിൻ്റെ ഒരു വെഡ്ഡിങ് കാർഡ് കാണിക്കുന്നുണ്ട്. അത് ആര് ഡിസൈൻ ചെയ്തതായാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ആ ഒരു വെഡ്ഡിങ് കാർഡ് എനിക്ക് കിടലായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് ഈ ഒരു പടത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. ഈ പടത്തിൻ്റെ റൈറ്റർ ഷെരീസ് മുഹമ്മദിൻ്റെ നേരത്തെ പടം എന്ന് പറഞ്ഞാൽ ഈ മലയാളീസ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് ഡേ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് പറയാനുള്ളൊരു തീം ഉണ്ട്. ആ ഒരു തീം അവർ ഫുള്ള് അതിനകത്ത് ആ ഒരു തീമിനെ കവർ ചെയ്തിട്ടില്ല. ഏതാണ്ട് ഒരു കാര്യം പറയാൻ ശ്രമിച്ച് അത് ഫുള്ള് പറഞ്ഞിട്ടുമില്ല. അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രം കണ്ട് പാളിപ്പോയൊരു പടമാണ് മലയാളീസ് ഫ്രം ഇന്ത്യ. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ റിവ്യൂ. അതേപോലെ ഒരു റൈറ്റിംഗ് ആണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അതായത് പ്രിൻസ് ആൻഡ് ഫാമിലിക്കകത്ത് ഇതിനകത്തും ഈ പടം എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ, ഈ ഒരു പടം ഒരു 20 മിനിറ്റുള്ള എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഒരു 20 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം കിഡിലിനായിട്ട് ഡയറക്ഷൻ ചെയ്ത് ഇറക്കാമായിരുന്നു. അത് ചുമ്മാ ഒരു സിനിമയ്ക്കകത്ത് കയറ്റി പറയാൻ ഉദ്ദേശിച്ച കാര്യം ഫുള്ള് കിട്ടിയിട്ടുമില്ല. എന്തൊക്കെയോ അത് ഞാൻ പറയാം, വഴിയെ പറയാം. പടം തുടങ്ങുന്നത് ഒരു ഇമോഷൻ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കാർഡ് കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ഇനി ഒരു തിരിച്ചു വരവ്, ഇനി തിരിച്ചു പോക്കുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഇതൊക്കെ ഒരു ഇമോഷൻ രീതിയിൽ കാണിച്ച് തുടങ്ങുന്നുണ്ട്. പിന്നെ ഫാമിലിയെ പരിചയപ്പെടുത്തുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലി ഇതിനകത്ത് പ്രിൻസ് ഇതിനകത്ത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ദിലീപ്, പിന്നെ 2 അനിയന്മാരുണ്ട്. ഒന്ന് ധ്യാനും, രണ്ടാമത്തെ പുള്ളിയുടെ പേരെനിക്ക് അത്ര അറിയത്തില്ല. പക്ഷേ ഇവർ ഈ പടത്തിൽ എന്തിനായിരുന്നു? ഇപ്പം ധ്യാനിനെ തന്നെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്ത്, ധ്യാനിനെ മറ്റേ 2 അനിയന്മാരെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരതിൻ്റെ ആവശ്യം എന്തുമായിരുന്നു? എനിക്ക് ഈ പടത്തിൽ കോമഡി ഇതുപോലത്തെ കുറേ മിസ്കാസ്റ്റിങ്ങും പിന്നെ കുറേ ഒരു അളിഞ്ഞ കോമഡി ഉണ്ട്. ഈ ഒരു കോമഡി കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഈ പ്രേക്ഷകരെ ഒരു വിഡ്ഢികളാക്കാനുള്ളത്, എന്ന് വെച്ചാൽ കാണാൻ ചെന്നിരിക്കുന്നവരെ ഒരു വിഡ്ഢികളാക്കാനുള്ള ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആണ് ഒരു കോമഡിക്ക്. ഇതിനകത്ത് എന്ന് വെച്ചാൽ കൈ നിട്ട് കാച്ചി സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ നോക്കുവാണെന്നാണ് എനിക്ക് തോന്നിയത്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുവാണെങ്കിൽ ഒരു വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ പോയി എന്തൊക്കെയുണ്ട് കട്ടിങ്ങും ഷേവിങ്ങും. ആ കട്ടിങ്ങും ഷേവിങ്ങും എങ്കിൽ രണ്ടും ഓരോ പ്ലേറ്റ് അങ്ങ് പോരട്ടെ. ഈ ഒരു ടൈപ്പിലുള്ള കോമഡി ഉണ്ടല്ലോ പണ്ട് വന്നിട്ടുള്ളത്, ആ ടൈപ്പിലുള്ള കോമഡിയാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. ധ്യാനിനെ പെണ്ണ് കാണാൻ വരുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് ഒരു ലിവിങ് ഹാളിൽ ഒരു ബാലരമ കിടക്കുമ്പോൾ അതിനകത്ത് നോക്കിയിട്ട് ചെറുക്കൻ ലോല എന്നുവെച്ചാൽ സിദ്ദിഖ് പറയുന്നുണ്ട്, ലോല ഹൃദയനെ ഇപ്പോഴും ഇതൊക്കെ വായിച്ചുകൊണ്ട് എടുക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെല്ലാം ഒരു ലിവിങ് ഹാളിൽ പോയി ഇരിക്കുവാണെങ്കിൽ അവിടെ ഒരു ബാലരമ കണ്ടുകൊണ്ട് ആക്ഷേപിച്ച് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെ ആക്ഷേപിച്ച് ഒരു കോമഡി ആക്കുക. അതായത് ബാലരമ വായിക്കുന്നവരെല്ലാം ലോല ഹൃദയം വരെ. ഇപ്പം എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഞാനിപ്പം നമ്മൾക്കെല്ലാം കൊച്ചിലെ ബാലരമ, ബാലഭൂമി, ബാലമംഗളം ഇങ്ങനെയൊക്കെയുള്ള കുറേ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ വരികയൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ ഒരു പ്രായത്തിൽ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുവാണെങ്കിൽ പണ്ട് വായിച്ച ക്യാരക്ടർ എടുത്ത് നോക്കുക. അതായത് മായാവി, സൂത്രൻ, ഇങ്ങനെ പപ്പൂസ്, ചുപ്പാണ്ടി ഇങ്ങനെയൊക്കെയുള്ള പണ്ടൊക്കെ കുറേ ക്യാരക്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മളിപ്പോഴും എടുത്ത് വായിക്കാറുണ്ട്. ഞാൻ വായിക്കാറുണ്ട് പേഴ്സണലി. ഞാൻ ഇതുപോലെ എന്നുവെച്ചാൽ ആഴ്ച അല്ല വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ച് പുതിയ ആഴ്ച കാണുവാണെങ്കിൽ ഒന്ന് എടുത്ത് നോക്കും. ഇപ്പം നമ്മൾ തന്നെ ഒരു കടയിൽ ചെല്ലുവാണെങ്കിൽ പുതിയൊരു ഇതൊക്കെ ആദ്യമേ ഞാൻ നോക്കുന്ന മായാവി ആയിരിക്കും, അല്ലാതെ ആ പണ്ടത്തെ ഒരു ക്യാരക്ടർ വെച്ച്. അല്ലാതെ അത് കാണിക്കുന്നവരെയൊക്കെ തന്നെ ആക്ഷേപിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് അവിടെ ഒരു കോമഡി ഉണ്ടാക്കുക. പിന്നെ വേറെ കോമഡി എന്ന് പറഞ്ഞാൽ കല്യാണം പെണ്ണ് കാണാൻ ചെല്ലുന്ന സമയത്ത്
ദിലീപ് പ്രിൻസിൻ്റെ ബൈക്കിൽ കുറച്ച് പിള്ളേർ കയറിയിരുന്ന് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അവിടെ ഒരു കോമഡി ഉണ്ടാക്കുന്നുണ്ട്. ദിലീപ് ഓടി വന്നിട്ട് അത് പ്രിൻസ് ഓടി വന്നിട്ട് പോപ്പ് എന്ന് പറഞ്ഞിട്ട് ഫു 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 ഇതൊക്കെ കാണിച്ച് ആക്കുന്നുണ്ട്. അവിടെ ഒരു കോമഡിയൊക്കെ നോക്കും. അവിടെയൊക്കെ എന്തോ കോമഡി. ഞാൻ പേഴ്സണലി കോമഡി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കോമഡി ജോണറൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തി. അതിപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു രീതിയിൽ കാണണം. അപ്പോൾ ഇപ്പോൾ സി ഐ ഡി മൂസ എടുത്ത് നോക്കുകയാണെങ്കിൽ സി ഐ ഡി മൂസയ്ക്കകത്തെ ക്യാരക്ടറെല്ലാം ഒരു മണ്ടന്മാരാണെന്ന് തുടക്കത്തിൽ ഇൻക്ലൂഡ് അതിനകത്ത് നായകൻ തന്നെ ഒരു മണ്ടനാണെന്ന് തുടക്കത്തിൽ തന്നെ കാണിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇപ്പം തന്നെ ജഗതിയുടെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ ജഗതി ഒരു കോമഡി പീസായിട്ട് തുടക്കത്തിലേ കാണിക്കുന്നുണ്ട്. അല്ലാതെ ആ ഒരു എസ് ഐ പീതാംബരൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഒരു മണ്ടൻ ക്യാരക്ടറാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. അല്ലാതെ ഇത്ര മണ്ടന്മാരെയൊന്നും പോലീസിൽ എടുക്കത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രേക്ഷകരെ കൺവിൻസ് ആക്കിയിട്ടാണ് ആ ഒരു പടം കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ആട് 2, ആട് ഫസ്റ്റും ആട് 2, ആട് സെക്കൻഡും അതിനകത്തും ഉള്ളവന്മാരെല്ലാം മണ്ടന്മാരാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കോമഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മരണമാസം അതിനകത്തും ഉള്ള ക്യാരക്ടർമാർ മണ്ടന്മാരാണെന്ന് പേഴ്സണലി നമ്മളെ കൊണ്ട് കാണിച്ചു തന്നിട്ടാണ് ആ ഒരു പടം ആസ്വദിപ്പിക്കുന്നത്. ഇതിനകത്താണെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ഈ പ്രിൻസ് ചെയ്തേക്കുന്നത്, പ്രിൻസ് ധ്യാനം ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിനകത്ത് കോമഡി കാണിക്കാൻ വേണ്ടി കിടന്ന് ഇതാക്കുക എന്ന് വെച്ചാൽ കൈ നിട്ട് കോമാളിത്തരം കാണിക്കുക. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് കോമഡി കാണാൻ ചെന്നിരിക്കുന്ന പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ പോകുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലോട്ടാണ്. സെക്കൻഡ് ഹാഫിലാണ് ഇവർ പറയാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ കാണിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ്, സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് തെറ്റായ പ്രചരണവും അതുമായിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ഇതുമാണ് അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു സാധനം പറയാൻ ഉദ്ദേശിച്ച സാധനം ഇവർ ഫുള്ളി അത് ക്ലാരിഫൈ ചെയ്തിട്ടില്ല. ഇത് വെറുതെ ഒരു തീം തട്ടിക്കൂട്ടി ആ തീമിനെ അവർ ഒരു സിനിമ പോലെ ആക്കി എടുത്തേക്കുക, എന്ന് വെച്ചാൽ ഒപ്പിച്ചെടുത്തേക്കുക. അല്ലാതെ ഇത് എനിക്ക് ഫുള്ള് ഈ ഒരു സിനിമ കണ്ടിട്ട് ഈ ഒരു കണ്ടന്റ് ഈ ഒരു നല്ലൊരു കണ്ടന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഷോർട്ട് ഫിലിമിൻ്റെ കൂട്ടൊരു കണ്ടന്റ് ഉണ്ട്. ആ ഒരു കണ്ടന്റിനെ അത് ക്ലാരിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഷെരീഫ് മുഹമ്മദിൻ്റെ കാര്യം. മോശം സ്ക്രിപ്റ്റ് വർക്കാണ്. പിന്നെ ഇതിനകത്ത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ദിലീപ് നേരത്തെ സിനിമയെക്കാട്ടിലും എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ഞാൻ ഒട്ടും നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല. സെക്കൻഡ് ഹാഫിൽ അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ മൊത്തമൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ മഞ്ജുപിള്ളയുടെയൊക്കെ അഭിനയമുണ്ട്. അഭിനയമൊക്കെ എന്ന് വെച്ചാൽ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷൻ സീനൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു പറഞ്ഞിട്ട് കിടന്ന് ഇമോഷൻ കാണിക്കാൻ വേണ്ടി അതിനകത്തൂടെ ഒരു ഓനെ ഒരു മ്യൂസിക്കും ഒരു എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത് സനൽ ദേവ്. നിങ്ങൾ പിന്നെ അതിനകത്ത് നടിയായിട്ട് വന്ന ഒരു പെണ്ണുണ്ട്. അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുണ്ട്. 1 മില്യൺ സബ്സ്ക്രൈബർ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള രീതി കാണിച്ചു വരുന്നുണ്ട്. അവരുടെ ഒരു പ്രാന്ത് പിടിച്ച ഒരു ക്യാരക്ടറാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ ആ ഒരു രീതിയിൽ കുറച്ച് ഭാഗങ്ങൾ കാണാൻ കൊള്ളായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ, അതായത് ട്രെൻഡിങ് അനുസരിച്ച് കുറച്ച് ലോജിക്ക് ഒട്ടുമില്ലേ. ഇപ്പോൾ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആരും ട്രെൻഡിങ് ഫസ്റ്റ് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആൾക്കാർ അത് ഇഷ്ടപ്പെട്ട് കണ്ടു കഴിഞ്ഞാലേ അത് ട്രെൻഡിങ്ങിന് വരത്തുള്ളൂ. ഇതിനകത്ത് ഒരു മന്ദബുദ്ധി പെണ്ണ്, അപ്പോൾ അവരാണ് ഇതിനകത്ത് ആക്ട്രസ്സായിട്ട് വന്നിരിക്കുന്നത്. അവർ എന്നുവെച്ചാൽ ഈ ക്യാരക്ടർ ആ ഒരു ക്യാരക്ടർ ഇതുപോലെ മന്ദബുദ്ധി കാണിച്ച് ഇതുപോലെ നല്ല സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്. അവർ ഇതുപോലെ എല്ലാം കണ്ടന്റ് എടുത്തിട്ട് ഇതുപോലെ 1 മില്യൺ സബ്സ്ക്രൈബർ ആവുന്നുണ്ട്. പിന്നെ ട്രെൻഡിങ് നമ്പർ 1 വരുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്നുണ്ട്. അതിനെതിരെ ഇവർ കാണിക്കുന്ന കുറച്ച് പരിപാടിയാണ് ഈ ഒരു സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ആ ഒരു പശ്ചാത്തലം ഇവർ ഇത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഈ സിനിമാ പ്രവർത്തകരും പിന്നെ ഇതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ ശരിയായിട്ട് രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് എനിക്ക് പേഴ്സണലി കണ്ടിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് അഭിനയം വെച്ച് നോക്കുമ്പം ബിന്ദു പണിക്കരുണ്ട്. ബിന്ദു പണിക്കർ ചിലയിടത്തൊക്കെ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. ചില ഇമോഷൻ സീന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ചിലയിടത്ത്. പിന്നെ സിദ്ദിഖ് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പഴയ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ ഏറെക്കുറെ എല്ലാ ക്യാരക്ടറും പിന്നെ ധ്യാനിൻ്റെയും പിന്നെ രണ്ടാമത്തെ അനിയൻ്റെ ഈ ഒരു ക്യാരക്ടറിനെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ അതിനകത്ത് കോമഡി ഒരു കാശിനും കൊള്ളാത്ത കുറച്ച് കോമഡി ഉണ്ട്. പിന്നെ എന്തുവാ പിന്നെ മഞ്ജുപിള്ള പഴയ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്തും ഡൗൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ എങ്ങനെയോ പോകുന്ന ഒരു പടം. ഇത് കണ്ടിട്ട് എങ്ങനെ ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അതിനകത്ത് ദിലീപിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇയാൾ ഫാഷൻ ഡിസൈനർ ആയിട്ടാണ്. പക്ഷേ ഇതിനകത്ത് കാണിച്ചേക്കുന്ന 2-3 ഷർട്ടൊക്കെ ഇയാൾ കോസ്റ്റ്യൂം ചെയ്തേക്കുന്ന കൊള്ളാം. പിന്നെ ഇതിനകത്ത് ചില ഷർട്ടൊക്കെ കാണുവാണെങ്കിൽ ബെഡ്ഷീറ്റ് എടുത്ത് തയ്ക്കുന്ന കൂട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ബെഡ്ഷീറ്റും ഈ വിൻഡോയിലൊക്കെ ഇടുന്ന കർട്ടൺ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ഷർട്ട് എടുത്ത് തയ്ച്ചിടുന്ന കൂട്ടാണ് എനിക്ക് ചില സീനൊക്കെ എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു ക്യാരക്ടർ ഇയാൾ മാറ്റി പിടിക്കണം ദിലീപ്. ഇപ്പം പണ്ട് സച്ചിൻ, ഇപ്പോൾ ഈ ഓരോരുത്തർക്കും ഓരോ പീക്ക് ലെവലുണ്ട്. ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ 16ാമത്തെ വയസ്സിൽ വന്ന് ക്രിക്കറ്റിൽ വന്ന്
വസീം അക്രത്തിനെ കയറി തലങ്ങും വിലങ്ങും അടിച്ച് കളഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു, ഏറ്റവും വലിയ ഫാസ്റ്റ് ബോളറെ. അപ്പോൾ അവർക്കും ഒരു പീക്ക് ലെവലുണ്ട്, ഈ ദിലീപിന് ഒരു പീക്ക് ലെവലുണ്ട്. പക്ഷെ അത് മാറി കഴിയുമ്പോൾ ഇനി ആ വിൻറ്റേജ് പിടിക്കാൻ നോക്കണ്ട. ഇപ്പോൾ ചെറിയ ഇപ്പോൾ ഈ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലിക്കകത്ത് സെക്കൻഡ് ഹാഫിൽ ചിലയിടത്തൊക്കെ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ പിടിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ട്, അല്ലാതെ കോമഡി കാണിക്കാൻ കിടന്ന് കൈ നിട്ട് കാണിക്കേണ്ട ആ ഒരു വിൻറ്റേജ് ഇനി കിട്ടത്തില്ല. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കിത് ഒട്ടും വർക്കാവാതെ പോയ ഒരു പടമായിട്ടാണ് എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി പോയത്. പിന്നെ ഒരു വിഡ്ഢി കോമഡികളൊക്കെ എടുത്തൊന്ന് മാറ്റണം, ആ ഒരു രീതിയൊക്കെ മാറ്റിയിട്ട് സെക്കൻഡ് ഹാഫ് ആ ഒരു കണ്ടന്റിന് കുറച്ചും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തായിരുന്നെങ്കിൽ ഇതൊരു നല്ല സിനിമയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇത് ഒരു ബിലോ ആവറേജ് ഡിസാസ്റ്റർ സ്റ്റാറ്റസ് എനിക്ക് ഈ ഒരു പടം കണ്ടിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.